ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഇതൊരു ചെറിയ പച്ചക്കറി തോട്ടമാണ്. ഒരു മോഡൽ പച്ചക്കറി തോട്ടം എന്ന് പറയാൻ കഴിയില്ല. ഇതുപോലെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കൃഷി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൻ്റെ ടെറസിന് മുകളിലായിരുന്നു. ഗീത ഒരു 10-15 ഗ്രോ ബാഗ് വെച്ചിട്ട് തുടങ്ങിയിട്ട് ഉള്ള കൃഷി ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 300-350 ബാഗുകളോളം ഇന്ന് കൃഷിയുണ്ട്. അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇലകളും കിഴങ്ങുകളും അതുപോലെ സ്പൈസസും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടെറസിൻ്റെ 4 ഭാഗവും 3 ഭാഗവും ഞങ്ങൾ കമ്പി അടിച്ച് വല കെട്ടിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് വലകളിൽ കൂടെ തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പടർത്താവുന്ന എല്ലാം നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഏകദേശം പയറുണ്ട്, അതുപോലെ തന്നെ പീച്ചിങ്ങയുണ്ട്, ഇപ്പം ചുരക്ക നട്ടിട്ടുണ്ട്, കൈപ്പക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, കോവയ്ക്കയുണ്ട്, പിന്നെ എല്ലാ തരത്തിലുള്ള ചീരകളുണ്ട്, പിന്നെ വെണ്ടയ്ക്ക, തക്കാളി, അതുപോലത്തെ കാര്യങ്ങൾ, ഇഞ്ചി ഉണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ കൂർക്കയുണ്ട്, മിൻറ്റ് പോലത്തെ സാധനങ്ങളുണ്ട്. അതുപോലെ കറിവേപ്പില നിങ്ങൾക്ക് തൊട്ട് പുറകിൽ കാണുന്നത് ഞങ്ങളുടെ ടെറസിൽ സമൃദ്ധമായിട്ട് വളരുന്ന കറിവേപ്പിലയാണ്. എനിക്ക് തോന്നുന്നു കറിവേപ്പില ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾ കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല മാത്രമല്ല ഇവിടെ വരുന്ന ക്ലയൻസിനും ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങൾ കറിവേപ്പില സപ്ലൈ ചെയ്യാം. കറിവേപ്പില മാത്രമല്ല ഞങ്ങളിവിടെ വരുന്നവർക്ക് വിത്തും കൊടുക്കാറുണ്ട്, അതുപോലെ ചെടികളും എല്ലാം കൊടുക്കാറുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് സുരക്ഷിതമായ ഭക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ പറമ്പിലൊന്നും സ്ഥലമില്ല, ഞങ്ങൾക്ക് പറമ്പേ ഇല്ല, ഒരു 10 സെൻറ്റ് സ്ഥലത്താണ്. പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ടെറസിലോട്ട് കയറാമെന്നുള്ളത്. അങ്ങനെയാണ് ശരിക്കും ആക്ച്വലി ഞങ്ങൾ ടെറസിലോട്ട് വന്നത്. ഇതിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായിട്ടും ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലയൻസിനോടും അതുപോലെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ കൂടെ ഒക്കെ തന്നെ ആൾക്കാരോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, 1 ഗ്രെയിൻ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സാലഡുകൾ കഴിക്കുക, ജ്യൂസുകൾ കഴിക്കുക, സൂപ്പുകൾ കഴിക്കുക, പിന്നെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു സംശയം, നമുക്ക് കഴിക്കാൻ റെഡിയാണ്, പക്ഷേ നമുക്ക് സേഫ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ എങ്ങനെ കിട്ടും? വാട്ട് ഈസ് അവൈലബിലിറ്റി? കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതലും വരുന്നത് ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഹെർബിസൈഡ്സും ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ശരിയാക്കി എടുക്കുന്നതിനകത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള റോള് ചെടികൾക്കുണ്ട്, അല്ലെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃഷിക്കുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഫാം ടു ടേബിൾ ഡിസ്റ്റൻസ്. സംഭവം വളരെ ലളിതമാണ്. നമ്മൾ പാചകത്തിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, ഇലക്കറികളായിക്കോട്ടെ, അത് വിളവെടുത്തതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് നമ്മളുടെ ഭക്ഷണമായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ എത്തുന്നുള്ള. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് മേ ബി ഒരു 10, 50, 60 വർഷം മുമ്പ് വരെ നമ്മൾക്കെല്ലാവർക്കും ചെറുതോ വലുതോ ആയിട്ടുള്ള പറമ്പുകളുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അന്നന്ന് ആവശ്യത്തേക്കായിട്ടുള്ള ഭക്ഷണം നമ്മൾ അന്നന്ന് തന്നെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് പാചകം ചെയ്തോ അല്ലാതെയോ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. പക്ഷേ നമ്മൾ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ്റെ അംശം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഫൈറ്റോ ന്യൂട്രിയൻസുകളും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അംശം വിളവെടുക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന അളവിലായിരിക്കും പച്ചക്കറികളും പഴങ്ങളും ഉണ്ടാകും. പക്ഷേ അത് സമയം വൈകും തോറും അതിൻ്റെ പോഷക മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പച്ചക്കറി കഴിക്കുന്നു, സാലഡ് കഴിക്കുന്നു, ജ്യൂസ് കഴിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പഴങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ആ ചെടിയിലുണ്ടായിരുന്ന അത്രയും അളവിൽ എത്രത്തോളം പോഷകങ്ങളുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു മോഡേണൈസേഷൻ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എവിടെ നിന്നോ വന്നതാണ്, എത്രയോ സമയത്തിന് മുമ്പാണ് വന്നത്. ഈവൻ ഇന്ന് പറയപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന പല ആപ്പിളുകളും 1 വർഷത്തിന് മുമ്പ് വിളവെടുത്തതാണ്. ഓഫ് കോഴ്സ് നമ്മുടേതായിട്ടുള്ള കുറേ സ്റ്റോറേജ് മെത്തേഡ്സ് കൊണ്ട് കുറേയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് വി ആർ സീരിയസ്ലി മിസ്സിങ് സം ന്യൂട്രിയൻസ് ഫ്രം ഫ്രൂട്ട്സ്, ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീടിനോട് ചേർന്ന് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള
ഇത്തരം ഒരു പച്ചക്കറി കൃഷിയെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യമുള്ള നല്ല മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ എനിക്ക് പച്ചക്കറികൾ പറിക്കാനുണ്ടാവും. കോവയ്ക്ക ഉണ്ടാവും, അതുപോലെ തന്നെ ചുരക്ക ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചുരക്ക. അതുപോലെ വെണ്ടയ്ക്ക, തക്കാളി ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ അന്നത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ട് അന്നേക്ക് വേണ്ടുന്ന കുക്കിങ്ങിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങൾ ഒരു ദിവസം കൃഷി ഓഫീസിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു 10-20 ബാഗ് മേടിച്ചിട്ട് അവർ തന്നെ വിത്തും മണ്ണും വളവും എല്ലാം കൊണ്ടു തന്ന് ഞങ്ങൾ വിത്ത് എല്ലാം കൊണ്ടുവന്നിട്ട് വിത്തൊക്കെ ഇട്ടതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ ഭയങ്കര നിരാശരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയതിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിൽ തന്നെ കൂടുതലും പിന്നെ കീടങ്ങളും പുഴുക്കളും, അതുപോലെ തന്നെ ഈ പയർ പോലെയുള്ള ചെടികളിൽ തത്തയും പ്രാവും ഒക്കെ വന്നിട്ട് പയർമണിയെല്ലാം കൊത്തി തിന്നിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് വിചാരിക്കും ഈ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നത് മുഴുവൻ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ, ഇതുപോലെയുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം അവകാശപ്പെട്ടതാണല്ലോ എന്ന് സമാധാനിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാകും. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ലൈഫുള്ള ഒരു സ്ഥലം ഈ ടെറസ് തന്നെയാണ്. ശരിക്കും നമ്മളെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ഇമോഷണൽ ബാലൻസിങ്ങിനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ് ഈ ടെറസ്. പലരും ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് വളമാണ് ചെടികൾക്ക് സാധാരണ ഉപയോഗിക്കുന്നത്? സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പച്ചക്കറി വേസ്റ്റും അതുപോലെ ഞങ്ങളുടെ അടുക്കള മാലിന്യങ്ങളും എല്ലാം കമ്പോസ്റ്റ് ചെയ്തിട്ട് ആ വേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ മുകളിൽ പിഴുത് കളയുന്ന ചെടികളും ഇലകളും ഒക്കെ തന്നെ മണ്ണിൽ തന്നെ ഇട്ടിട്ട് അത് ദ്രവിപ്പിച്ചിട്ട് അതിൻ്റെ വളവും ഞങ്ങൾ ഉപയോഗിക്കുന്നു. സാധാരണ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നത് ചാണകം മേടിക്കും, കോഴിവളം മേടിക്കും, അതുപോലെ തന്നെ എല്ലുപൊടി മേടിക്കും, കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക് ഇതൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഈ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഇടുന്നത്. മനുഷ്യനുണ്ടാകുന്ന ഇത്രമാത്രം ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ചെന്നെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മളുടെ കൃഷിയിലുണ്ടായ വലിയൊരു മാറ്റമാണ്. നമുക്കുണ്ടായിരുന്നത് ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള കൃഷിയായിരുന്നു. അവിടെ പലതരത്തിലുള്ള വിളകളുണ്ടായിരുന്നു, പക്ഷികളുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു, എല്ലാം കൂടെ ആയിട്ടുള്ളൊരു മിക്സഡ് ഫാമിംഗ് പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൃഷി ലാഭകരമാക്കാൻ വേണ്ടിയും അഗ്രികൾച്ചർ റിസർച്ചുകളും ടെക്നോളജികളും ഇന്നൊവേഷൻസൊക്കെ തന്നെ വളരെ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ അത് കൃഷിയിലുണ്ടാക്കിയ ചില മാറ്റങ്ങൾ നോക്കിയാൽ, ഒന്ന്, നമ്മൾ ഒരു മാസീവായിട്ട് ഇൻഡസ്ട്രിയൽ ഫാമിങ്ങിലോട്ട് മാറി. അപ്പോൾ എന്താ സംഭവിച്ചത്? മണ്ണിന് പരിചയമില്ലാത്ത പല സാധനങ്ങളും മണ്ണിലോട്ട് വരാൻ തുടങ്ങി. അതിപ്പോൾ NPK തുടങ്ങി പലതരത്തിലുള്ള വളങ്ങളും കീടനാശിനികളൊക്കെ വരാൻ തുടങ്ങി. അത് മണ്ണിനെ എഫക്റ്റ് ചെയ്തു. മറ്റൊന്ന്, നമുക്കുണ്ടായിരുന്ന മിക്സഡ് ഫാമിങ്ങും നമ്മളൊരു മോണോക്രോപ്പിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സംഭവം പ്രോഫിറ്റബിളായിരുന്നു. പക്ഷേ പറയപ്പെടുന്നത് വളരെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ വർഷവും 800 തരം പഴങ്ങളും പച്ചക്കറികളും പലതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മൾ വർഷാവർഷം കഴിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു. മറ്റൊന്ന്, ഈ പറയുന്ന ഫാമിങ്ങിലുണ്ടായ മാറ്റം കൊണ്ട് പഴങ്ങളിലും പച്ചക്കറികളിലുമുള്ള പോഷക ഘടന, അതിനെ കറക്റ്റായിട്ട് വിളിക്കുന്ന ന്യൂട്രീഷണൽ ഡെൻസിറ്റി എന്ന് പറയും, ന്യൂട്രീഷണൽ ഡെൻസിറ്റി പോലും കുറഞ്ഞു. പഠനങ്ങളിൽ നിന്ന് പറയുന്നത് പച്ചക്കറികളിലെ ന്യൂട്രീഷണൽ ഡെൻസിറ്റി കഴിഞ്ഞ 50 വർഷം കൊണ്ട് 4 ടൈംസ് ഡെപ്ലീറ്റഡായി. പഴങ്ങളിലാണെങ്കിൽ 3 ഇരട്ടി ഡെപ്ലീഷൻ ഉണ്ടായി. ഈവൻ അനിമൽ പ്രോഡക്ട്സ്, അതായത് ഇപ്പോൾ മുട്ടയായിക്കോട്ടെ, പാലായിക്കോട്ടെ, മാംസമായിക്കോട്ടെ, അതിൻ്റെ ന്യൂട്രീഷണൽ ഡെൻസിറ്റി പോലും 2 ഇരട്ടിയോളം താഴോട്ട് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൃഷിയിലുണ്ടായ മാറ്റം നമ്മളുടെ ആരോഗ്യത്തെയും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മനുഷ്യൻ്റെ ഹെൽത്താണ് വിഷയമെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അജണ്ട കറക്റ്റായിട്ടുള്ള അഗ്രികൾച്ചർ ഫാമിംഗ് പ്രാക്ടീസസ് ആണ്. നമുക്കൊന്നുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗട്ടിലുള്ള മൈക്രോബയോം, അതായത് നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മജീവികൾ. ട്രില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ഗട്ടിലുള്ളത്. മണ്ണിലും ഒരു ബയോളജി ഉണ്ട്, മണ്ണിൽ മൈക്രോബയോമുണ്ട്. അതിനെ വിളിക്കുന്നത് സോയിൽ മൈക്രോബയോം എന്ന്. പറയപ്പെടുന്നത് ഒരു ആരോഗ്യമുള്ള 1 ടീസ്പൂൺ സോയിലിൽ
ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഈ സോയിലിലെ മൈക്രോബയോമും നമ്മുടെ ഗട്ടിലെ മൈക്രോബയോമും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ഈ കണക്ടിവിറ്റി നമ്മുടെ ഹെൽത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചെടികൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് മണ്ണിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചുകൊണ്ട് സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. അതിൽ കാർബണുണ്ട്. ചെടികൾ എന്താ ചെയ്യുന്നത്? ഈ കാർബോഹൈഡ്രേറ്റിനെ മണ്ണിലേക്ക് പമ്പ് ചെയ്യുന്നു. അത് മൈക്രോ ഓർഗാനിസത്തിലെത്തുന്നു. അവിടെയുള്ള പല മൈക്രോ ഓർഗാനിസംസും ഇതിനെ അമിനോ ആസിഡ്സ് കൺവേർഷൻസ് നടത്തുന്നുണ്ട്. ഈ അമിനോ ആസിഡ് പാർട്ട്ലി മണ്ണിലോട്ട് പോകുന്നുണ്ട്, പാർട്ട്ലി ചെടികളിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ചെടികൾ കഴിക്കുന്ന മൃഗങ്ങളും പക്ഷികളും അതുപോലെ മനുഷ്യരും ഒക്കെ സംഭവിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റും ഈ പ്രോട്ടീനും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു രസകരമായിട്ടുള്ളൊരു ബയോളജിക്കൽ സിംഫണിയാണ് ഇവിടെ നടക്കുന്നത് നോക്കുക. സോ ദ വൺ തിങ് ഈസ് വെരി ക്ലിയർ, നമ്മുടെ ഗട്ട് മൈക്രോബയോം സ്പീക്സ് ടു സോയിൽ മൈക്രോബയോം. ഹ്യൂമൻ ബയോളജി ഹാസ് ഗോട്ട് വെരി ക്ലോസ് കണക്ഷൻ വിത്ത് സോയിൽ ബയോളജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യം റീ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇനി കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ബയോളജിക്കൽ ഹാർമണിയെ നമുക്കെങ്ങനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാം? ഈ ഒരു ആസ്പെക്റ്റിൽ ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് റീജനറേറ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഈ ചെറിയൊരു ടെറസ് ഫാം, ഇത് വലിയൊരു മോഡൽ ഫാമൊന്നും അല്ല, പക്ഷേ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എൻ്റെ പല ക്ലയൻസിനോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങളുടെ മണ്ണുമായിട്ടുള്ള ബന്ധം എത്രത്തോളമുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് കൈകൊണ്ട് കുറച്ച് മണ്ണ് വാരിയത്? ഇന്നത്തെ ഒരു അർബൻ ലൈഫിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും മണ്ണുമായിട്ടുള്ള കോൺടാക്റ്റ് ഇല്ല. ഇന്ന് അവരാലോചിക്കുമ്പോൾ മണ്ണ് വാരിയിട്ട് തന്നെ ഒത്തിരി നാളായി. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ഫാമിങ്ങുകളോ അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫാമിംഗ് ടെക്നീക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈവൻ റീജനറേറ്റീവ് ഫാമിങ്ങിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പഴയതുപോലെ പലതരത്തിലുള്ള വിളകൾ ഒന്നിച്ച് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അതുപോലെ അവിടെ ചെടികളോടൊപ്പം തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈവൻ മൃഗങ്ങളും പക്ഷികളിൽ നിന്ന് വരുന്ന കാഷ്ടം ശേഖരിച്ച് വെച്ചതൊരു വളമാക്കി ഉപയോഗിക്കുന്നതിന് പകരം മൈക്രോബയോമിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നേരിട്ടത് മണ്ണിലോട്ട് വരണം. അല്ലാതെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്തൊരു അനേറോബിക്കായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് നടക്കും. ദാറ്റ് ഈവൻ അഫക്റ്റ് സോയിൽ മൈക്രോബയോം. സോയിൽ ബയോളജിയും നമ്മുടെ ഹ്യൂമൻ ബയോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇന്ന് കണക്കിലെടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാതെ നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേബിൾ ആക്കാനോ സാധിക്കില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ 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 വ്യക്തമായി കഴിഞ്ഞു. അതായത് ഹ്യൂമൻ ബയോളജി ഈസ് വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു സോയിൽ ബയോളജി, അല്ലെങ്കിൽ ഹ്യൂമൻ മൈക്രോബയോം ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു സോയിൽ മൈക്രോബയോം, or human immune system is very closely connected to soil microbiome. മനുഷ്യൻ്റെ ആരോഗ്യം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഹെൽത്തും സോയിൽ ഹെൽത്തും ഇല്ലാതെ നമുക്കൊരൊറ്റപ്പെട്ട ഒരു ആരോഗ്യം നമുക്ക് സാധ്യമല്ല.